സാധനങ്ങളൊക്കെ വേണമായിരുന്നേ. എന്താ വേണ്ടേ? എനിക്ക് നാടൻ തൈര് വേണം. ഇത് നല്ല നാടൻ തൈരാണ്. പിന്നെ പാലിൽ ഒഴിക്കുന്ന ഉണ്ടോ? അതെ. പിന്നെ ഒരു സോഡ വേണമായിരുന്നു. സോഡ ഏത് സോഡയാണ് വേണ്ടേ? പിന്നെ ഈ പാത്രം കഴുകുന്ന ഇതുണ്ടോ? സ്ക്രബ്ബറല്ല, നമ്മളെ ലിക്വിഡ് പോലത്തെ. പിന്നെ ഈ അരിക്കൊക്കെ എത്ര വരും? അരിക്ക് 200. പിന്നെ ഈ ഉജാലയ്ക്ക് എത്ര? ഉജാലയ്ക്ക് 50. ഇത്ര മതി. എത്രയായി മൊത്തത്തിൽ? 540. നമുക്ക് ചോറുണ്ടാക്കിയാലോ? അപ്പോൾ നമ്മുടെ അരി നമ്മൾ നല്ല വൃത്തിക്ക് ഊറ്റി എടുത്തിട്ടുണ്ടേ. വരും. നമുക്കിനി സാമ്പാർ ഉണ്ടാക്കിയാലോ? വരും. പിന്നെ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാവേ. നമുക്ക് തൊമര ഇട്ട് കൊടുക്കാവേ. നമുക്കിനി തൊമര വേവാനിടാവേ. നമ്മൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ മുറിച്ചെടുക്കാവേ. മാറിയിട്ട് പോയി മുരിങ്ങയിലിട്ട് കൊടുക്കാവേ. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു വെറൈറ്റി സാമ്പാറാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് ഈ കളറ്. അതുകൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് കുരുമുളക് പൊടി, കായം ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനുശേഷം നല്ല കട്ട കായം ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ചോറും സാമ്പാറും ഉണ്ടാക്കി ാലോ? ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കടുത്ത് നമ്മൾ വാഴയ്ക്കാമരക്ക് വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് സദ്യക്ക് വേണ്ടി വാഴയില വെട്ടിയാലോ? നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ വാഴയില വെട്ടി എടുത്തിട്ടുണ്ടേ. ഇളക്കി കൊടുക്കാതെ മുളക് പൊടി ഇട്ട് കൊടുത്താലോ? അതിന് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ലേശവേ ഇട്ട് കൊടുക്കുന്നുള്ളേ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെക്കാവേ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടേ. നമുക്ക് തുറന്ന് നോക്കാമേ. നമുക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തോരനുണ്ടാക്കിയാലോ? വരും. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് തോരനാണ് കേട്ടോ. കൂണ് വെച്ച് തോരൻ. അപ്പോൾ കൂണിട്ട് കൊടുക്കാം. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാവേ. നമുക്ക് അതിലോട്ട് നേരത്തെ മുറിച്ച് വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമ്മൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നേരത്തെ വെച്ച് ഒലിവ് ഓയിൽ തന്നെ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ വേവുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം വേവാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ തോരൻ നല്ല വെന്ത് വന്നിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാവേ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി നമുക്ക് അവിയൽ ഉണ്ടാക്കിയാലോ?
നമുക്ക് അതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് തുറന്നു നോക്കിയാലോ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടേ. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. എല്ലാം നല്ലതായിട്ട് വാഴയിലെ സദ്യ വിളമ്പിയാലോ. വരും. ഇത് നമ്മൾ ദേവുച്ചയ്ക്കാട്ടോ രുചിക്കാൻ കൊടുക്കുന്നത്. വിഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ചോറ് സാമ്പാറും എടുക്കാതെ. നല്ല ചോറെല്ലാം നമ്മൾ നല്ലപോലെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെഴുക്കുവരട്ടി ഇട്ടാലോ. നമ്മൾ മെഴുക്കുവരട്ടി ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കൂമ്പുതോരൻ ഇടാം കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ കൂമ്പുതോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി സാമ്പാർ ഒഴിച്ച് കൊടുക്കാതെ. അപ്പോൾ നമ്മൾ സാമ്പാറെല്ലാം നല്ല വൃത്തിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പായസ ലേശത്തിന് ഒഴിച്ച് ദേവുച്ചയ്ക്ക് വെക്കണം കേട്ടോ. നമ്മൾ പുതിയ രീതിയിൽ ഉണ്ടാക്കി ശർക്കര വരട്ടി വെച്ച് കൊടുക്കാവേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെങ്ങനെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ നമുക്ക് വേറെ വിഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കാവേ. ഇതൊക്കെ പലതരം മേൽക്കോട്ടികളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നല്ല സദ്യ. കണ്ടോ, എല്ലാ തരം വിഭവങ്ങളും ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ് മെഴുക്കോട്ടിയാണ്, വാഴയ്ക്ക വെച്ചുള്ള. ഇതാണ് അവിയൽ. അതുപോലെ തന്നെ ഇത് വാഴയ്ക്ക വെച്ചുള്ള തോരനും, ഇത് കൂണ് വെച്ചുള്ള തോരനും, അതുപോലെ ചോറ്, സാമ്പാർ, ശർക്കര വരട്ടി, പായസം എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞു സദ്യ. അപ്പോൾ നമുക്ക് ദേവുച്ചയെ വിളിച്ചാലോ. അപ്പോൾ നമ്മൾ ദേവുച്ചയെ നമ്മുടെ ഈ ഭക്ഷണം ഒന്ന് രുചിക്കാൻ വന്നതാണേ. അപ്പോൾ നമുക്ക് അമ്മൂച്ചയുടെ സദ്യ ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നല്ല പായസം കേട്ടോ, സേമിയ പായസമാണ്. അമ്മൂച്ച ഉണ്ടാക്കുന്ന സേമിയ പായസം എല്ലാ കൂട്ടാനും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ദേവുച്ചയ്ക്കും നമ്മുടെ കൂട്ടാനും ഭക്ഷണവും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ ആയിട്ട് ഇനിയും വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കയറിയിട്ട് നമ്മുടെ ഇതിന് എല്ലാ ഷോർട്ട് വീഡിയോയ്ക്കും എല്ലാ ലോങ് വീഡിയോയ്ക്കും കയറി ഫുള്ളും കണ്ട എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ഇതൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.